വാശിയേറിയ മറ്റൊരു ഇലക്ഷൻ കൂടി നേരിടാൻ പോവുകയാണ് നാം. കോവിഡ് പ്രതിസന്ധി മുൻപിലൊരു ചോദ്യചിഹ്നമായി അവശേഷിപ്പിക്കുമ്പോഴും പ്രബുദ്ധമായ ഒരു ജനതയുടെ നീണ്ട 5 വർഷത്തിനൊടുവിലെ വിധിയെഴുത്ത്. ഈ വിധിയെഴുത്തിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം. പഞ്ചായത്ത് തലങ്ങളിലെ രാഷ്ട്രീയ കളങ്ങളിലേക്ക് വിറ്റ്നസ് ന്യൂസ് ചാനലിലൂടെ ഒരു യാത്ര. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ നാളുകൾ എണ്ണിത്തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും. തിരുമിറ്റുകോട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സഖാവ് OK പ്രഭാകരൻ തന്റെ വാർഡ് കൈയടക്കാനുള്ള കഠിനമായ പോരാട്ടത്തിലാണ്. ഞാൻ OK പ്രഭാകരൻ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുമിറ്റുകോട് ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ആ ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നമ്മുടെ വാർഡിൽ ഇനി ചെയ്യുവാനുള്ള വികസന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി അഴിമതിരഹിതമായി ചെയ്തു തീർക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 1 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. റോഡുകളുടെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം എല്ലാ വികസന പ്രവർത്തനങ്ങളും വളരെ സത്യസന്ധമായി അഴിമതിരഹിതമായി ഞാൻ ചെയ്തു തീർക്കുന്നതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. സഖാവ് പ്രഭാകരനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്: ആള് നല്ല സ്വഭാവമുള്ള ആളാണ്. എപ്പോൾ വിളിച്ചാലും എന്തിനു വേണമെങ്കിലും ഇവിടെ വരും. പ്രവർത്തനം കുറേ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആളാണ്. കണ്ടമാന ആളുകളായിട്ടും എല്ലാവരായിട്ടും നല്ല ബന്ധമുണ്ട്. എന്നെ ഏറ്റവും നല്ല ബന്ധമാണ്, നല്ല അഭിപ്രായമാണ്. ഒരുവിധ ആൾക്കാർക്ക് എല്ലാവരും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല, എന്നാലും പരമാവധി എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. പ്രഭാകരന് നല്ല അഭിപ്രായമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. എന്തൊരു കാര്യം മൂപ്പര് ചെന്നാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ലൊരു സഹകരിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. ആൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്. ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മൂപ്പര് എന്താവശ്യം വന്നാലും മൂപ്പര് നേരിടുന്ന ആളാണ്. പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള ആളൊന്നുമല്ല, നല്ലൊരു സ്ഥാനാർത്ഥിയാണ് മൂപ്പര്. പ്രഭാകരനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഈ നാട്ടിലെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭാകരൻ. ഏത് സമയത്ത് വിളിച്ചാലും ആൾ മുന്നിലുണ്ടാവും. ഒരു കച്ചറക്കുള്ള ആളൊന്നുമില്ല. നല്ല ജനങ്ങൾക്ക് നല്ല ഉള്ള ഒരാളാണ്, കുഴപ്പമൊന്നുമില്ല. പ്രഭാകരനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ നീറ്റാണ്, നല്ലൊരു പ്രവർത്തകനാണ്, ആൾക്കാരായിട്ട് സഹകരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ല, നല്ല മനുഷ്യനാണ്. എന്താവശ്യത്തിനും അദ്ദേഹം സമയത്തിന് എല്ലായിടത്തും എത്താറുണ്ട്. അദ്ദേഹത്തിനൊരു ഇനിയിപ്പോൾ മെമ്പറായില്ലെങ്കിലും ഇല്ലെങ്കിലൊക്കെ 3 വർഷക്കാലത്തോളം അദ്ദേഹം നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ട ഉപകാരങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും സഹായമൊക്കെ ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ്, നല്ല മനുഷ്യനാണ്. ഞങ്ങൾക്കൊക്കെ കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. തന്റെ നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് നാടിനും നാട്ടുകാർക്കും മാതൃകയായി മാറിയ സഖാവ് OK പ്രഭാകരൻ സേവന രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. നാട്ടുകാർക്ക് പരിചിതനും പ്രിയങ്കരനുമായ പ്രഭാകരൻ തന്റെ വ്യക്തിപരമായ ഉറച്ച നിലപാടുകളും തീരുമാനങ്ങളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. ജനമനസ്സുകളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഏറ്റുവാങ്ങി രാഷ്ട്രീയ പോരാട്ടത്തിനായി ഇറങ്ങുകയാണ്. പ്രവേട്ടനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളെയും പ്രവേട്ടനെ സഹായിക്കാറുണ്ട്. എല്ലാവരും പ്രവേട്ടനെ വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്തിട്ട് പ്രവേട്ടനെ ജയിപ്പിക്കുക. പ്രവേട്ടനെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഞങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരണം നമ്മുടെ പ്രവേട്ടനെ എല്ലാവരും വോട്ട് ചെയ്യണം. പ്രവേട്ടൻ നല്ലൊരാളാണ്. എല്ലാവർക്കും നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യണം. പ്രവേട്ടൻ ഞങ്ങളുടെ ഒക്കെ ഒപ്പം എപ്പോഴും നിൽക്കും. നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. മൊത്തത്തിൽ പിന്നെ ഈ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഭരണവും ആ ബന്ധമുള്ള പാർട്ടിയോടും വളരെ താല്പര്യമുള്ളവരാണ്. പ്രഭാകരൻ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ആളും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഈ ഇദ്ദേഹം ജയിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ട്. തിരുമിറ്റുകോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ വിജയകരമായി പൂർത്തീകരിച്ച 5 വർഷത്തിൽ നടപ്പിലാക്കിയ 2 കോടി രൂപയോളം വരുന്ന വികസന രേഖയുമായി മുൻ മെമ്പർ K ഷർമിള വിറ്റ്നസ് ന്യൂസ് ചാനലിനോടൊപ്പം ചേരുന്നു. എൻ്റെ പേര് ഷർമിള. ഞാൻ 8ാം വാർഡ് മെമ്പറായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തിച്ചിരുന്നത്. 2015 നവംബർ 5-നാണ് ഞാൻ ജനപ്രതിയായിട്ട് എന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ ഈ വാർഡിലേക്ക് മെമ്പറായി അംഗീകരിച്ചത്. ഈ അംഗീകരിച്ചതിന് ശേഷം ഞാൻ 2 കോടിയോളം രൂപയോളം ഞാൻ ഈ വാർഡിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലം ഞാൻ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 2 പ്രവർത്തനത്തിനിടയ്ക്ക് ഞാൻ 72 ലക്ഷത്തോളം ഞാൻ
റോഡുകൾക്ക് പശ്ചാത്തല മേഖലയിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീട് സ്വപ്നം എന്ന നിലയ്ക്ക് ഞാൻ 17 വീടുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും എല്ലതും എത്തിയിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നാലും നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മൾ ഒരു 40-40 വീടോളം റിപ്പയറിങ്ങിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 40-45 വീട് SC ജനറലും ആൾക്കാർക്ക് കട്ടിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SC വിഭാഗക്കാർക്ക് വാട്ടർ ടാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ SC വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് എത്തിയവർക്ക് ലാപ്ടോപ്പ് ഒരു 6 എണ്ണം നമുക്ക് ഈ വാർഡിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം തന്നെ നമ്മൾ അതിലുപരിയായിട്ട് SC വിദ്യാർത്ഥികൾക്ക് വിവാഹ ധനസഹായം ഒരു 6 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഠനമുറിയായിട്ടും പിന്നെ പഠനമുറിയും സ്റ്റഡി ടേബിള്, SC വിദ്യാർത്ഥികൾക്ക് സൈക്കിള്, പിന്നെ ആടുകൾ നമ്മൾ ഉപജീവനമാർഗത്തിനായിട്ട് നമ്മുടെ വാർഡിലെ സ്ത്രീകൾക്ക് നമ്മൾ ആട്, കോഴി, കന്നുകുട്ടി പരിപാലനം, പിന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് നമ്മൾ പിന്നെ കഷ്ടപ്പാട് അനുഭവിച്ചിരിക്കുന്ന മാനസിക വെല്ലുവിളി നേടിയ കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് നൽകി കഴിഞ്ഞു. അതുമാതിരി തന്നെ കുടുംബശ്രീയുടെ ഇതിൽ വെച്ച് നോക്കുക വെച്ചാൽ നമ്മൾ 2 കുടുംബശ്രീക്കാർക്ക് നമുക്ക് അവർക്ക് ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോപ്പും പൊടിയായിട്ടും പെനോയിൽ അങ്ങനെയുള്ള വസ്തുക്കളായിട്ട് അവർ വിഭജനത്തിനായിട്ട് വിഭാഗമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ടൈലറിംഗ് ആയിട്ടും അവർ 2 കുടുംബശ്രീക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് തന്നെ നമുക്ക് പറയാം, പ്രത്യേകമായിട്ട് പറയാനുള്ളത് തന്നെയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ നമുക്ക് കൃഷിക്കാർക്ക് അനുയോജ്യമായിട്ട് തന്നെ നമ്മൾ തച്ചേ തോടിൻ്റെ അവിടെ നമുക്ക് പാടത്തിൻ്റെ 2 സൈഡും കെട്ടിയിട്ട് അവർക്ക് പാലം പണിഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കൃഷിയുടെ വിഭാഗത്തിലേക്ക് തന്നെ നമുക്ക് ട്രാക്ടർ റാമ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞു. പിന്നെ ആരോഗ്യ മേഖലയിലായിട്ട് നമ്മളുടെ ഇവിടെയുള്ള SC പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചകർമ്മ ചികിത്സ സഹായം, അതിലുപരിയായിട്ട് തന്നെ കിടപ്പ് രോഗികളായ ആൾക്കാർക്ക് ഉപകരണങ്ങൾ, സ്ട്രക്ചർ, നമ്മൾ വാക്കിംഗ് സ്റ്റിക്കർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലപ്പുറമായിട്ട് നമുക്ക് എന്താ പറയുക, ഹോമിയോ, ആയുർവേദം നമുക്ക് ക്യാമ്പുകളോട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചകർമ്മയുടെ ക്യാമ്പുകൾ നമുക്കിവിടെ ആഴ്ചയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് തന്നെ എനിക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറിയ കുറവുകൾ ഉണ്ടാവുമായിരിക്കാം. ആ കുറവുകൾ നികത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ പ്രഭാകരേട്ടനെ നമുക്ക് വിജയിപ്പിക്കണം. പ്രഭാകരൻ എനിക്ക് ഈ സ്ഥാനാർത്ഥി മാത്രമല്ല, എൻ്റെ 5 വർഷക്കാലത്തോളം എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും എനിക്ക് ഒപ്പം എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറം ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങളുടെ ഒരു മുൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. ആ പ്രസിഡൻറ്റിനെ നമ്മൾ പ്രസാദേട്ടനെ ഈ കാര്യത്തിലേക്ക് നമ്മൾ ഓർക്കുകയാണ്. ആ പ്രസാദേട്ടൻ ഞങ്ങളുടെ ഈ ഭരണസമിതിയിലുള്ള കാരണം ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് എന്നെ ഈ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഇവിടുത്തെ എല്ലാ സഹപ്രവർത്തകരും, എന്താ വെച്ചാൽ മനമോഹനൻ, പ്രഭേട്ടൻ, അങ്ങനെ ഒരുപാട് താര, അങ്ങനെ ഒരുപാട് പ്രവർത്തകർ, മണികണ്ഠൻ, ഗോപാലൻ, അങ്ങനെ പറഞ്ഞ ചന്ദ്രേട്ടൻ, അങ്ങനെ ഒരുപാട് വ്യക്തികളാണ് എന്നെ ഈ പ്രവർത്തനത്തിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. അവർക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇനി പ്രഭാകരേട്ടനെ നമ്മളെല്ലാവരും കൂടി വൻ ഭൂരിപക്ഷത്തിൽ കൂടെ എൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപ്രവർത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ അഭിവാദ്യങ്ങൾ. ഇതെൻ്റെ കന്നിയോട്ടാണ്. ഉറപ്പായിട്ടും ഈ വോട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം. എൻ്റെ വോട്ട് കന്നിയോട്ടാണ്. അത് ഉറപ്പായും പ്രഭാകരനാണ്. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എൻ്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ. എനിക്ക് പ്രഭാകരനെ പറ്റി നല്ല അഭിപ്രായമുള്ളൂ. വേറെ കുഴപ്പമില്ല. പ്രഭാകരനെ ഞാൻ വോട്ട് ചെയ്യുന്നുള്ളൂ. ജ്വാലകൾ തീർത്തിടുന്നു നെഞ്ചിലെ താളവും ഒത്തുചേർന്നു. ജനവിധിക്കായുള്ള വിറ്റ്നസ് ന്യൂസ് ചാനലിന്റെ അന്വേഷണം തുടരുന്നു.